എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേറെ എന്താ വെച്ചാൽ അങ്ങനെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്തും ഇഷ്ടമുള്ള കാര്യമാണ്. കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പിസ്സയൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വീട്ടിലങ്ങനെ എപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സംഭവം എന്നല്ല. സാധാരണ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓവനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മടിയാണ്. എനിക്കൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാട്ടോ പിസ്സ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ചാനലിൽ പോലും പിസ്സ മോൻ പറയപ്പോഴും പിസ്സ റെസിപ്പി ഇടുന്ന പറയുമ്പോൾ എനിക്ക് നല്ല മടിയാണ്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും അത് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാനിവിടെ ഒപ്പിച്ച് കൊടുക്കാറുള്ള ഒരു സംഭവമാണ് ബ്രെഡൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു പിസ്സ ടേസ്റ്റുള്ള ഒരു സ്നാക്ക്. അതൊരു 5-6 മിനിറ്റ് അത്രയും മതി ഇത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ടിഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രൗൺ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ക്യൂബ്സ് ആക്കിയ ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു ചെറിയ ടൊമാറ്റോ, കുറച്ച് ക്യാപ്സിക്കം, ഒരു 1/4 ക്യാപ്സിക്കം എടുത്താൽ മതി, കുറച്ച് ക്യാബേജ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്ത് വെച്ചത് അത് ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ സോൾട്ട്. നമുക്ക് സാധാരണ സോസ് അല്ലെങ്കിൽ ഷെസ്വാൻ സോസ് ഇല്ലേ, അത് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഇത്തിരി എരിവൊക്കെ ഇഷ്ടമുള്ള കാരണം ഈ സോസാണ്, ഷെസ്വാനാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ്, അത് ഒന്ന് ചിക്കനിൽ നിന്ന് 2 പീസ് ചിക്കനിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പം അത് നോൺ വെജുകാർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ആഡ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. 2 എഗ്ഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് പൊട്ടിച്ചു വെക്കാം കേട്ടോ ഒരു ബൗളിലേക്ക്. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈക്രോവേവിലോ അല്ലെങ്കിൽ നമ്മുടെ ഓവനിലോ ഏതിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പൊ സ്റ്റീലിന്റെ പാത്രം അങ്ങനെ ഇതുള്ള അതിന് കുഴപ്പമില്ല കേട്ടോ. ടിന്നുകളായാലും കുഴപ്പമില്ല, കേക്ക് ടിന്നായാലും കുഴപ്പമില്ല. ഇതിന്റെ ഹാഫ്, ഈ ബ്രെഡ് മിക്സിന്റെ ഹാഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് മിക്സ് ഇല്ലേ, അതിൽ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് നമുക്ക് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചീസാണ് കേട്ടോ വേണ്ടത്. ചീസ് സ്ലൈസാണ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 1-2 എടുക്കാം കേട്ടോ. ഇതിൻ്റെ മേലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ആയാലും കുഴപ്പമില്ല, മൊസറല്ല ചീസിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി വീണ്ടും ഈ മിക്സ് ഇതിന് മേലേക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ മേലെ നമ്മൾ ബാക്കിയുള്ള എഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പൊ ചീസ് അങ്ങനെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം. ഒറിഗാനോ സീസണിങ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. എടുത്തു വെച്ച ബാക്കിയുള്ള ടൊമാറ്റോ സോസ് ഒരു ഭംഗിക്ക് ഇനി നമ്മളിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്താൽ മതി. പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അത് ഹൈ ഫ്ലെയിമിൽ ഒരു 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഓവനില്ലാത്തവരും വിഷമിക്കേണ്ട. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പാത്രത്തിൽ വെക്കില്ലേ, അതേമാതിരി പാത്രം ഒന്ന് കുറച്ച് നേരം നന്നായി ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വെച്ചേക്കാം. അതേപോലെ തന്നെ മൈക്രോവേവിലും നമുക്ക് ചെയ്തെടുക്കാം. അത് കുറച്ച് ടൈം കുറച്ച് മതി. അതായത് 5 മിനിറ്റിന് പകരം ഒരു 3-4 മിനിറ്റ് നമ്മൾ നോക്കാം കേട്ടോ. എന്നുവെച്ചാൽ കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് ഹാർഡാവും, അതാണ് പ്രശ്നം. അപ്പം അത് പെട്ടെന്ന് തന്നെ ഹീറ്റായി ഇതൊക്കെ ഒന്ന് മെൽറ്റായി എല്ലാം ഒന്ന് സെറ്റ് ആവണം, അതാണ് വേണം.